നീറ്റിന് ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്റേഴ്സിൽ ഒന്നാണ് മോർഫോളജി എന്ന് പറഞ്ഞാൽ. ലൈൻ ബൈ ലൈൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് അധികം ഒന്നും വരാറില്ല. ആക്ടിനോമോർഫിക്കിന് എക്സാമ്പിൾ ആരാ, സൈഗോമോർഫിക്കിന് എക്സാമ്പിൾ ആരാ, ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ് ഏതാണ്, വെക്സിലറി എസ്റ്റിവേഷൻ എവിടാ കാണുക, അങ്ങനെ എക്സാമ്പിൾസ് ബേസ്ഡ് ആണ് കൂടുതൽ മോർഫോളജി എന്ന് ചോദ്യം വരാറുള്ളത്. ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് എത്ര പഠിച്ചിട്ടും തലയിൽ നിൽക്കാത്ത ആളാണോ നിങ്ങൾ? നിൽക്കുന്ന ആളാണെങ്കിലും നിൽക്കാത്ത ആളാണെങ്കിലും ഒരു 5-6 മിനിറ്റ് ഉണ്ടെങ്കിൽ ആ ചാപ്റ്ററിലെ സകല എക്സാമ്പിൾ പഠിച്ചാലോ മക്കളെ? വേഗം വാ. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാനുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സ്. എങ്ങനെ മുറിച്ചാലും 2 കഷ്ണങ്ങളാകുന്നതാണ് ആക്ടിനോമോർഫിക് അല്ലെങ്കിൽ റേഡിയൽ സിമെട്രി എന്ന് വിളിക്കും. ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സിന് എക്സാമ്പിൾ എന്താ? MD ചില്ലാണ്. എൻ്റെ കമ്പനിയിലെ MD ചില്ലാണ്, മാനേജിംഗ് ഡയറക്ടർ അജാസക്ക. MD ചില്ലാണ് മക്കളെ. MD മസ്റ്റാർഡ്, ഡി ഡാറ്റുറ, ചിൽ എന്ന് പറഞ്ഞ ചില്ലി, മസ്റ്റാർഡ് ഡാറ്റുറ ചില്ലി, MD ചില്ലാണ്. ആക്ടിനോമോർഫിക് കഴിഞ്ഞു. അടുത്ത നോക്ക് മക്കളെ, അടുത്ത നോക്കടാ. സൈഗോമോർഫിക്. ഒരു പ്ലെയിനിൽ കൂടെ മുറിച്ചാൽ മാത്രം 2 കഷ്ണങ്ങൾ കിട്ടുന്നതാണ് സൈഗോമോർഫിക്. അതെങ്ങനെ ഓർക്കുക? അതിന് എക്സാമ്പിൾ PG കോളേജിൽ ബന്ധാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ PG പഠിക്കുന്ന കോളേജിൽ ബന്ധ. പി എന്ന് പറഞ്ഞ PG ഗുൽമോഹർ, കോളേജിൽ കാഷിയ, ബന്ധാണ് ബീൻസ്. ഇത്രയും സൈഗോമോർഫിക്കിന് എക്സാമ്പിൾ ആണ്. അസിമെട്രിക് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെ മുറിച്ചാലും നിങ്ങൾക്ക് തുല്യമായിട്ട് 2 കഷ്ണങ്ങൾ കിട്ടില്ല. അതാണ് അസിമെട്രിക് ഫ്ലവർ. കെന്ന ആണ് മക്കളെ എക്സാമ്പിൾ. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. ഹൈപ്പോഗൈനസ് ഫ്ലവർ. ഓവറി സുപ്പീരിയർ ആണ് അവരുടെ. ഹൈപ്പോഗൈനസ് ഫ്ലവറിന് എക്സാമ്പിൾ ആരൊക്കെയാണ്? MGB, മാത്സ് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി, മാത്സ് കെമിസ്ട്രി ബയോളജി. മസ്റ്റാർഡ്, ചൈന റോസ്, ബ്രിഞ്ചാൾ. മസ്റ്റാർഡ്, ചൈന റോസ്, ബ്രിഞ്ചാൾ എൻ്റെ ഒപ്പം പഠിച്ചോ. അടുത്ത പെരിഗൈനസ് ഫ്ലവർ. ഓവറി ഹാഫ് ഇൻഫീരിയർ എന്നാ വിളിക്കുക. ഹാഫ് ഇൻഫീരിയർ ഓവറി, ഇൻഫീരിയർ ഓവറി, സുപ്പീരിയർ ഓവറി, ഹാഫ് ഇൻഫീരിയർ ഓവറി. എക്സാമ്പിൾ പ്രപ്പ്, പ്ലം റോസ് പീച്ച്, പ്ലം റോസ് പീച്ച് എന്നാ വിളിക്കുക. അടുത്ത എപ്പിഗൈനസ് ഫ്ലവേഴ്സിൽ ഓവറി താഴെയായിരിക്കും, ഇൻഫീരിയർ ഓവറി ആയിരിക്കും. എവിടൊക്കെയാ? അത് നിങ്ങളൊരു കഥ ഓർക്കണം. നിങ്ങൾ കോവളം ബീച്ചിൽ പോയിട്ട് നിങ്ങളൊരു കൊക്കക്കോള കുടിച്ചു കഴിഞ്ഞ് അതിൻ്റെ ഈ കുപ്പി എടുത്തിട്ട് നിങ്ങൾ നേരെ മണൽത്തരികളിലേക്ക് എറിഞ്ഞു. നേരെ നിങ്ങൾ കോവളം ബീച്ചിൽ നിങ്ങൾ കുടിച്ച കൊക്കക്കോളേൻ്റെ പാത്രം എടുത്ത് നിങ്ങൾ എന്ത് ചെയ്തു? കൊക്കക്കോളേൻ്റെ കുപ്പി എടുത്ത് നിങ്ങൾ നേരെ ആ കടലിലേക്ക് അങ്ങ് എറിഞ്ഞു. കടലിലേക്ക് വേണ്ട, തീരത്തങ്ങ് എറിഞ്ഞു. അപ്പൊ തീരത്ത് എന്ത് ചെയ്യും? ആ കൊക്കക്കോളേൻ്റെ കുപ്പിയിലേക്ക് എന്തടിക്കും? വന്ന് കൊക്കക്കോളേൻ്റെ കുപ്പിയിലേക്ക് സൺറൈസ് വന്നടിക്കും. ഈ കഥ ഒന്ന് ഓർത്ത് വെക്കുക. കൊക്കക്കോള കുടിച്ചു, കുപ്പി എടുത്തെറിഞ്ഞു, അപ്പൊ കൊക്കക്കോളന്റെ കുപ്പിയിലേക്ക് വന്ന് സൺറൈസ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇത് ഓർത്ത് വെച്ചോ മക്കളെ. എപ്പിഗൈനസ് ഫ്ലവേഴ്സിന് ഗെറ്റ് സൺറൈസ് ഓൺ കൊക്കക്കോള. കൊക്കക്കോളയിൽ എന്ത് കിട്ടുന്നു? സൺറൈസ് കിട്ടുന്നു. കൊക്കക്കോളയ്ക്ക് എന്ത് കിട്ടുന്നു? ഗെറ്റ് കിട്ടുന്നു. എന്ത്? സൺറൈസ്. ഇനി എക്സാമ്പിൾ ഓർത്ത് വെച്ചോ. ഗെറ്റ് എന്ന് പറഞ്ഞാൽ ഗുവ, പേരയ്ക്ക. സൺറൈസ് എന്ന് പറഞ്ഞാൽ റേ ഫ്ലോറസ് ഓഫ് സൺഫ്ലവർ. സൺഫ്ലവർ എടുത്താൽ ഇതാണ് സൺഫ്ലവറിന്റെ ഫ്ലവർ ഉണ്ടാകുന്ന ഹെഡാണ് കേട്ടോ. ക്യാപിറ്റ്യൂൾ എന്ന് വിളിക്കുക. ക്യാപിറ്റ്യൂളത്തിന്റെ മുകളിലാണ് അതിന്റെ ഫ്ലവർ ഉണ്ടാകുക. ഫ്ലവർ ഉണ്ടാകുന്ന തണ്ട്, ഹെഡിനെ വിളിക്കുന്ന പേരാ ക്യാപിറ്റ്യൂലം. സൺഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫ്ലവർ അല്ല, സൺഫ്ലവറിന്റെ ഉള്ളിൽ 2 ഫ്ലവർ ഉണ്ട്. സൈഡിൽ കാണുന്ന ഫ്ലവറിന്റെ പേരാ റേ ഫ്ലോററ്റ്സ്. നടുക്ക് കാണുന്ന ഫ്ലവേഴ്സിന്റെ പേരാണ് ഡിസ്ക് ഫ്ലോററ്റ്സ്. സൺഫ്ലവറിന്റെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഹെഡിന്റെ പേര് ക്യാപിറ്റ്യൂലം. ഫ്ലവേഴ്സ് 2 ടൈപ്പ് ഉണ്ട് സൺഫ്ലവറിൽ. ഒന്നല്ല സൺഫ്ലവർ, 2 ഫ്ലവേഴ്സ് ചേർന്നതാണ് സൺഫ്ലവർ. സൈഡിൽ കാണുന്ന ഫ്ലവേഴ്സിനെ റേ ഫ്ലോററ്റ്സ് എന്ന് വിളിക്കും. നടുക്ക് കാണുന്ന ഫ്ലവേഴ്സിനെ ഡിസ്ക് ഫ്ലോററ്റ്സ് എന്ന് വിളിക്കും. റേ ഫ്ലോററ്റ്സ് എന്തിന് എക്സാമ്പിളാ? സൈഗോമോർഫിക്കിന് എക്സാമ്പിൾ ആണ്. ഡിസ്ക് ഫ്ലോററ്റ്സ് എന്തിന് എക്സാമ്പിളാ? ആക്ടിനോമോർഫിക്കിന് എക്സാമ്പിൾ ആണ്. റേ ഫ്ലോററ്റ്സ് സൈഗോമോർഫിക്. സൈഡിൽ കാണുന്ന വലിയ ഫ്ലവേഴ്സ് ആണ് റേ ഫ്ലോററ്റ്സ്. നടുക്ക് കാണുന്ന ചെറിയ ഫ്ലവേഴ്സ് ആണ് ഡിസ്ക് ഫ്ലോററ്റ്സ്. റേ ഫ്ലോററ്റ്സ് സൈഗോമോർഫിക്, ഡിസ്ക് ഫ്ലോററ്റ്സ് ആരാ മക്കളെ? ആക്ടിനോമോർഫിക് ആണ്. ഈ റേ ഫ്ലോററ്റ്സ് തന്നെ എന്തിനും എക്സാമ്പിളാ? എപ്പിഗൈനസ് ഫ്ലവേഴ്സിനും എക്സാമ്പിൾ ആണ്. ഈ റേ ഫ്ലോററ്റ്സ് തന്നെ എന്തിനും എക്സാമ്പിളാ സാറേ? എപ്പിഗൈനസ് ഫ്ലവേഴ്സിനും എക്സാമ്പിൾ ആണ്. ഓക്കെ, ഗെറ്റ് കിട്ടുന്നു. സൺറൈസ് ആർക്ക്? കൊക്കക്കോളയ്ക്ക്. ഗെറ്റ് ഗുവ. സൺറൈസ് എന്ന് പറഞ്ഞാൽ റേ ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവർ. സൺഫ്ലവറിലെ വലിയ ഫ്ലവേഴ്സ് ആരാ? റേ ഫ്ലോററ്റ്സ്. ചെറിയ ഫ്ലവേഴ്സ് ആ ഡിസ്ക് ഫ്ലോററ്റ്സ്. റേ ഫ്ലോററ്റ്സ് എന്തിന് എക്സാമ്പിളാ? എപ്പിഗൈനസ് ഓവറിക്ക് എക്സാമ്പിളാ. ഇവിടെ കൊക്കക്കോള, കുക്കുംബർ എന്ന് ഓർക്കുക. MGB പ്രപ്പ്, ഗെറ്റ് സൺറൈസ് ഓൺ കൊക്കക്കോള. MD ചില്ലാണ്. PG കോളേജിൽ ബന്ധാണ് കെന്ന ഓർത്ത് വെക്കുക. അടുത്ത നോക്ക് മക്കളെ, അടുത്ത നോക്കിയ എക്സിവേഷൻ ആണ്. എക്സിവേഷൻ വാൽവേറ്റിന് എക്സാമ്പിൾ കാലോട്രോപ്പിസ്. വാൽവേറ്റിന് എക്സാമ്പിൾ കാലോട്രോപ്പിസ്. കാലിന് വളവ് അല്ലെങ്കിൽ വളവ് കാലില്
കാലിന് വളവെന്ന് ഓർത്താൽ മതി. കാലോട്രോപ്പിസ് എന്താ? വളവ്, വാൽവെയിറ്റ്. ട്വിസ്റ്റഡ് നമ്മൾ കോളേജിൽ ചെല്ലുമ്പം ഫസ്റ്റ് ഇയർ ചെല്ലുന്ന സമയത്ത് ഒരുപാട് ഗേൾസ് വരും നമ്മുടെ അടുത്ത്. ഫാൻ ഗേൾസ് ആയിരിക്കും. അപ്പൊ അവിടെ ഇവിടെ ഒക്കെ എല്ലായിടത്തും ഫാൻ ഗേൾസ് ആയി. എല്ലായിടത്തും ഫാൻ ഗേൾസ് ആകുമ്പോൾ നമുക്ക് തലയിൽ പൊളപ്പ് വരും, തല ട്വിസ്റ്റ് ആകും. എല്ലായിടത്തും ഫാൻ ഗേൾസ് ആണല്ലോ. അപ്പൊ ട്വിസ്റ്റഡ് ആവുന്ന എപ്പോഴാ? കോളേജിൽ ഫസ്റ്റ് ഇയർ കയറുമ്പോൾ, കോളേജ് ക്യാമ്പസിൽ ചെല്ലുമ്പോഴാ. കോളേജ് ക്യാമ്പസിൽ ചെന്നാൽ പിന്നെ തലയ്ക്ക് ഒരു പരിപ്പാ, കാരണം അവിടുന്ന് ഇവിടുന്നൊക്കെ ഫാൻ ഗേൾസ് വരികയല്ലേ. കോളേജ് ക്യാമ്പസ്. കോ ചൈന റോസ്, ലേജ് ഇവിടെ എല്ലാം ഉണ്ടല്ലോ. എല്ലെന്താ? ലേഡീസ് ഫിംഗർ. ക്യാമ്പസ് കോട്ടൺ. ഇപ്പൊ എന്താ? ചൈന റോസ്, ലേഡീസ് ഫിംഗർ, കോട്ടൺ. ചൈന റോസ്, ലേഡീസ് ഫിംഗർ, ക്യാമ്പസ് കോട്ടൺ. ക്യാമ്പസ് അല്ല, കോട്ടൺ. ഇംബ്രിക്കേറ്റിന് എക്സാമ്പിൾ എന്താ? കാഷ്യ ഗുൽമോഗർ. ഇംബ്രി ഇത്തിരി കാശുണ്ടാക്കാൻ മോഹമാ. ഇംബ്രിക്കേറ്റ്, കാഷ്യ ഗുൽമോഗർ വരിക. ഇംബ്രിക്കേറ്റ് ഇത്തിരി കാശിന് മോഹം ഇത്തിരി, അല്ലെങ്കിൽ ഇത്തിരി കാശുണ്ടാക്കാൻ മോഹമാണ്. ഇംബ്രിക്കേറ്റിന് എക്സാമ്പിൾ കാശ്യ, മോഹം, ഗുൽമോഹർ. അടുത്ത വെക്സിലറി എന്താ മക്കളെ? പയറുവർഗത്തിലെ വരിക. പാപ്പിലോണീഷ്യസ് ആണ്. പാപ്പിലോണീഷ്യസ് ഫാമിലിയിൽ കാണുന്ന ഏസിവേഷൻ ആണ് വെക്സിലറി. പി ആൻഡ് ബീൻസ്. അതിന് പോസ്റ്റീരിയർ ആയിട്ട് സ്റ്റാൻഡേർഡ് കാണും, ലാറ്ററലി വിങ് കാണും, ആന്റീരിയർ ആയിട്ട് കീല് കാണും. സ്റ്റാൻഡേർഡ് ഒന്നേ ഉള്ളൂ, വിങ് 2 ഉണ്ട്, കീലും 2 ഉണ്ട്. ടോട്ടൽ 5 ഉണ്ട്. പോസ്റ്റീരിയർലി കാണുന്നത് സ്റ്റാൻഡേർഡ്, ലാറ്ററലി കാണുന്ന വിങ്, ആന്റീരിയർലി കാണുന്ന 2 കീൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ. അടുത്ത മക്കളെ, എപ്പിപെറ്റാലസ്. സ്റ്റേമൻ പെറ്റലുമായി ചേർന്നിരിക്കുന്നതിനാണ് എപ്പിപെറ്റാലസ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ ബ്രിഞ്ചാൾ. സ്റ്റേമൻ ടെപ്പലുമായി ചേർന്നിരുന്നാൽ വിളിക്കുന്ന പേരാണ് എപ്പിഫിലസ്. അതെവിടെ കാണാം? ലില്ലിയില കാണാം. മൊണാഡെൽഫസ്. സ്റ്റേമൻ ഒറ്റ ബണ്ടിലായിട്ട് കാണും, അറേഞ്ച് ചെയ്തേക്കുന്നു. ചൈന റോസിൽ സ്റ്റേമനുകൾ 2 ബണ്ടിലായിട്ട് അറേഞ്ച് ചെയ്തു. ഒറ്റ ബണ്ടിലാണ് സ്റ്റേമൻ അറേഞ്ച് ചെയ്തതെങ്കിൽ അതിന്റെ പേരാണ് മൊണാഡെൽഫസ്. ചൈന റോസിൽ കാണും. 2 ബണ്ടിലായിട്ടാണ് സ്റ്റേമൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അതിന് വിളിക്കുന്ന പേരാ ഡയാഡെൽഫസ്. പിയിലാണ് മക്കളെ കാണുക. കുറെ ബണ്ടിലായിട്ടാണ് സ്റ്റേമൻ അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന്റെ പേരാണ് മക്കളെ പോളിയാഡൽഫസ്. സിട്രസിലാണ് കാണുക. ഇത് ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ട് മക്കളെ. അടുത്ത നോക്കുക, പ്ലാസെന്റേഷൻ. മാർജിൻ പ്ലാസെന്റേഷൻ എവിടെ കാണാം? പിയിലാണ് കാണുക. മാർജിനിൽ എവിടെ കാണാം സാറേ? പിയിലാണ് കാണുക. പഠിച്ചു വെക്കണം. ആക്സൈൽ എവിടെ കാണാന്ന് ഓർക്കണം. ആക്സൈൽ പ്ലാസെന്റേഷൻ കാണുന്നതിന് ഓർത്താൽ മതി. ചാമ്പ്യൻസ് ട്രോഫി ലീഗ്, CTL. ചാമ്പ്യൻസ് ട്രോഫി ലീഗ് എന്ന് ഓർത്താൽ മതി. സി ചൈന റോസ്, ടി ടൊമാറ്റോ, എൽ ലെമൺ. ചാമ്പ്യൻസ് ട്രോഫി ലീഗ്, ചൈന റോസ്, ടൊമാറ്റോ, ലെമൺ. അടുത്തത് പറൈറ്റൽ എവിടെ കാണുക? പറൈറ്റൽ എന്ന് കേൾക്കുമ്പോൾ പറൈറ്റൽ എന്ന് കേൾക്കുമ്പോൾ ആരെ ഓർക്കുക? പേരൻസിനെ ഓർക്കുക. പരൈറ്റ് എന്ന് പറയുമ്പോൾ ആരെ ഓർക്കുക? പേരൻസിനെ ഓർക്കുക. പേരൻസ് ആരാ? നമ്മുടെ മദർ, നമ്മുടെ അമ്മ. എന്നല്ല വിളിക്കുക നമ്മൾ. മാ എന്നല്ല വിളിക്കുക. പരൈറ്റ് എന്ന് ഓർക്കുമ്പോൾ പേരന്റിനെ ഓർക്കണം. പേരന്റ് ആരാ? മസ്റ്റാർഡ് ആർജിമോൺ ആണ് പരൈറ്റൽ. ഫ്രീ സെൻട്രൽ. ഒരു സ്കൂളിൽ ഫ്രീ ആയിട്ട് നടക്കുന്ന ആരാ? PT സാറ് ഏതിന്റെ ഹെഡാ? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്. PT സാർ എന്തിന്റെ ഹെഡാ? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് PD. ഫിസിക്കൽ എഡ്യൂക്കേഷൻ. പി എന്താ? പ്രൈമറോസ്. ഡി എന്താ? ഡയാന്തസ്. ഫ്രീ ആയിട്ട് ഒരു സ്കൂളിൽ നടക്കുന്ന ആരാ? PT സാറാണ്. അവർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. പ്രൈമറോസ്, ഡയാന്തസ്. ബേസിൽ എവിടെ കാണുക? സൺഫ്ലവർ, മാരിഗോൾഡ്. എപ്പോഴും ചോദിക്കാറുണ്ട്, ഇതാണ് കൂടുതൽ ചോദിക്കുക. ബേസിൽ എവിടെ കാണുക? സൺഫ്ലവർ, മാരിഗോൾഡ്. നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാ എക്സാമ്പിളും നമ്മൾ വേഗം പറഞ്ഞിട്ടുണ്ട്. ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു മക്കളെ. ഇത് കാണുക, പഠിക്കുക. ഈ എക്സാമ്പിൾസ് വെച്ച് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ, 1-2 ക്വസ്റ്റ്യൻ ചില കൊല്ലങ്ങളിൽ വരാറുണ്ട്. പഠിക്കണം, ഓർത്ത് വെക്കണം. ഉപകാരപ്പെട്ടു എന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ.